ഈ റമദാൻ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര. 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി. ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് സംഘടിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ പരിചയപ്പെടാം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായമായ സൂറ അൽ ഖിയാമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. 29-ാം ജുസുവിലെ 9-ാമത്തെ സൂറത്താണിത്. മക്കയിൽ അവതരിച്ചിട്ടുള്ള ഈ സൂറത്തിന് അൽ ഖിയാമ എന്ന പേര് വരാൻ കാരണം അന്ത്യനാളിനെക്കുറിച്ചും വിചാരണ ദിവസത്തെ പ്രത്യേകതകളെ കുറിച്ചുമൊക്കെ കൂടുതലായി പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ടാവാം. ആദ്യ 30 ആയത്തുകൾക്ക് ശേഷം 1-ാം റുക്കനും അവസാനത്തെ 40-ാമത്തെ ആയത്തിന് ശേഷം 2-ാം റുക്കനും വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 2 റുക്കനുകളാണ് ഈ സൂറത്തിലുള്ളത്. അവസാനത്തെ ആയത്തിൽ ശക്തമായ ഒരു ചോദ്യം കൂടി, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടി, താക്കീത് കൂടി നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സൂറത്താണിത്. ലാ ഉഖ്സിമു എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിൽ എത്രത്തോളം മഹത്തരമായ, അല്ലെങ്കിൽ എത്രത്തോളം ഗൗരവമേറിയ ഭയാനകമായ കാര്യങ്ങളാണ് അള്ളാഹു നമ്മോട് അറിയിച്ചു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാവും. ഈ സൂറത്തിന്റെ അവതരണ കാലഘട്ടത്തെ കുറിച്ച് വ്യക്തമായിട്ട് നിവേദനങ്ങളിലൊന്നും വന്നിട്ടില്ല. എങ്കിൽ തന്നെയും ഇതിന്റെ ആശയത്തിലേക്ക്, അല്ലെങ്കിൽ ഉള്ളടക്കത്തിലേക്ക് കൂടുതലായി കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. അന്ത്യനാളിനെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചും സംശയം ഊന്നിക്കുന്നവർക്കും, അല്ലെങ്കിൽ വിശ്വാസം കൃത്യമായി അടി ഉറയ്ക്കാത്തവർക്കും, അതിൽ തീരെ വിശ്വാസമില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയും അള്ളാഹു ശക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഒരു സൂറത്ത് കൂടിയാണിത്. പ്രത്യക്ഷമായി തന്നെ പല ദൃഷ്ടാന്തങ്ങളും നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ യാതൊരു കൂസലും കൂടാതെ തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊന്നും ഒട്ടും വകവയ്ക്കാതെ മുന്നോട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഭയാനകമായ മുന്നറിയിപ്പ് നൽകുന്ന അധ്യായമാണിത്. കൂടാതെ മറ്റ് ചില നിർണായക കാര്യങ്ങൾ കൂടി അള്ളാഹു ഈ സൂറത്തിലൂടെ നമ്മോട് അറിയിച്ചു തരുന്നുണ്ട്. അതായത് വിശുദ്ധ ഖുർആന്റെ അവതരണത്തെക്കുറിച്ചും അതിലൂടെ റബ്ബ് അവന്റെ എല്ലാ ബാധ്യതകളും മനുഷ്യരിലേക്ക് ഇറക്കി തന്നിട്ടുള്ളതും ആണെന്നും ഈ സൂറത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു. അതായത് വിചാരണ നാളിൽ മനുഷ്യർക്ക് ആർക്കും തന്നെയും തനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ തനിക്ക് അജ്ഞത ബാധിച്ചത് മൂലമാണ്, അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അജ്ഞതയിലേക്ക് പോയത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയില്ല. കാരണം വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആനിൽ ഓരോ കാര്യങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് സൂറ അൽ ഖിയാമ എന്ന ഈ അധ്യായമാണ്. വിചാരണ നാളിലെ ഓരോ അവസ്ഥകളെക്കുറിച്ചും ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും അതിൽ പ്രധാനപ്പെട്ട ഘട്ടമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ സമയത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായി സൂറത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യർ പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും വികൃതമായവരും ഒക്കെയായി പല രീതിയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വിചാരണയ്ക്കായി കടന്നു വരുന്ന ആ ഭയാനകമായ രംഗത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ ഈ സൂറത്തിന്റെ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ ശക്തമായിക്കൊണ്ടുള്ള ആയത്തുകളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അത്ഭുതകരമായ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യ അസ്തിത്വത്തെ കുറിച്ച് ഖുർആനിൽ ഏറ്റവും നിർണായകരമായി വന്നിട്ടുള്ള 2 പദങ്ങളാണ് നുത്ഫ, അലഖ എന്നുള്ളത്. ആ ആയത്തുകളും അല്ലെങ്കിൽ ആ പദങ്ങളും ഈ സൂറത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽപ്പെട്ട ഒരു സൂറത്താണിത്. അത്രയേറെ പ്രാധാന്യമുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഈ സൂറത്തിന് അത്രയേറെ തന്നെ അള്ളാഹു മഹത്വം കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അൽ ഖിയാമ എന്നുള്ള പേര് ഈ സൂറത്തിന് വരാൻ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഈ സൂറത്തിന്റെ അവസാന ഭാഗത്ത്, അതായത് ലാസ്റ്റത്തെ 2 ആയത്തുകളിൽ
മനുഷ്യനെ അല്ലെങ്കിൽ സൃഷ്ടികളെ മുഴുവൻ ഇണയായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതിൽ സംശയമുള്ളവർക്കും എല്ലാം മുന്നറിയിപ്പായി ഇതെല്ലാം അള്ളാഹു നിരത്തി വച്ചിരിക്കുന്നു. അവസാനത്തെ ഒരു ആയത്തിൽ അലൈസ ബിദാലിക എന്ന് തുടങ്ങുന്ന അവസാനത്തെ ആദ്യത്തിൽ റബ്ബ് ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന റബ്ബിന് മരണാനന്തര ജീവിതം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ അവന് കഴിയാത്തതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി റബ്ബ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. ചിന്തിക്കുവാനും അതനുസരിച്ച് സന്മാർഗത്തിലാകുവാനും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മുന്നറിയിപ്പാണ് ഈ സൂറത്ത് എന്നുള്ളത്. അള്ളാഹുവിനെ അറിയുവാനും ഈ സൂറത്തുകളെ കുറിച്ചൊക്കെ കൂടുതലായി പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ഒക്കെ നാഥൻ നല്ല തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.